ആകാശവാണി 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ചലച്ചിത്ര പുരസ്കാരമായ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു. 2023 പുറത്തിറങ്ങിയതും സെൻസർ ചെയ്തതുമായ സിനിമകളാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പരിഗണിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2021-22 പുരസ്കാര വിതരണം തടസ്സപ്പെട്ടിരുന്നു. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ ആണ് മികച്ച ചിത്രം. ഫ്ലവറിംഗ് മാൻ മികച്ച നോൺ ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരവും ഗോഡ്, വൾച്ചർ ആൻഡ് ഹ്യൂമൻ മികച്ച ഡോക്യുമെന്ററി പുരസ്കാരവും നേടി. ദി കേരള സ്റ്റോറിയിലൂടെ സുദീപ് തോസൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് അർഹനായി. ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ ഷാറൂഖ് ഖാനും 12th ഫെയിലിലൂടെ വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേയിലെ അഭിനയത്തിന് റാണി മുഖർജി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ ഷാറൂഖ് ഖാന്റെയും റാണി മുഖർജിയുടെയും ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണിത്. 2023 പുറത്തിറങ്ങിയ 3 ചിത്രങ്ങളും വിജയത്തിലെത്തിക്കാനും അതിൽ ജവാനിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കാനും സാധിച്ചത് ഷാറൂഖിന്റെ അഭിനയ ജീവിതത്തിൽ വലിയ തിളക്കമായി. ദേശീയ അവാർഡ് എന്നത് കേവലം പുരസ്കാരം മാത്രമല്ലെന്നും നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും വലുത് എന്ന ഓർമ്മപ്പെടുത്തലാണെന്നും ഷാറൂഖ് ഖാൻ പറഞ്ഞു. മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവാർഡ് ഏറെ പ്രചോദനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. And I promise to use this recognition not as a finish line, but as fuel to continue striving, learning and giving back. ये अवार्ड मेरे लिए एक रिमाइंडर है कि एक्टिंग सिर्फ काम नहीं है, एक जिम्मेदारी है. स्क्रीन पर सच दिखाने की जिम्मेदारी और सबके प्यार का मैं बहुत बहुत आभारी हूँ और भारत सरकार का इस सम्मान के लिए बहुत बहुत शुक्रिया. And then lastly to my fans, thank you for all the cheers and all the tears, and really thank you for pausing your scrolling while watching my work. This award is for you, as each award is. പ്രേക്ഷക നിരൂപക ശ്രദ്ധ ഒരുപോലെ നേടിയ 12th ഫെയിലിലെ വിക്രാന്ത് മാസിയുടെ അനിതസാധാരണമായ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മികച്ച ചിത്രം, മികച്ച നടൻ എന്നീ തിളക്കമുള്ള പുരസ്കാരങ്ങൾ നേടി പുരസ്കാര പ്രഖ്യാപന വേളയിൽ ശ്രദ്ധേയമായ പേരായി മാറിയ 12th ഫെയിൽ യഥാർത്ഥ ജീവിതത്തെ ആധാരമാക്കിയ ചിത്രമാണ്. IPS ഉദ്യോഗസ്ഥനായ മനോജ് കുമാർ ശർമ്മ എന്ന യഥാർത്ഥ കഥാനായകന്റെ ജീവിതത്തിനുള്ള ആദരം കൂടിയായി ഈ സിനിമ മാറുന്നു. 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ ആദ്യമായി സ്വന്തമാക്കിയ ദേശീയ പുരസ്കാരത്തെ തന്റെ നീണ്ട യാത്രയ്ക്കും കലയോടുള്ള സമർപ്പണത്തിനുമുള്ള അംഗീകാരമെന്നും സിനിമയോടുള്ള തന്റെ അഭിനിവേശത്തിന്റെ പ്രതിഫലമെന്നുമാണ് റാണി മുഖർജി വിശേഷിപ്പിച്ചത്. മക്കളെ തിരികെ ലഭിക്കാൻ നോർവേയിലെ നിയമവ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ഇന്ത്യക്കാരിയായ അമ്മയുടെ യഥാർത്ഥ ജീവിതകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രം ഒരുക്കിയത്. ദേശീയ പുരസ്കാരങ്ങളിൽ മലയാളത്തിന് മിന്നും നേട്ടങ്ങളാണ് ലഭിച്ചത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ കഥ പറയുകയാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രം. 8 വർഷക്കാലത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ചിത്രമെന്നും വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നും ഉള്ളൊഴുക്കിന് കിട്ടിയ അംഗീകാരം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നതിനൊപ്പം ഉത്തരവാദിത്തം കൂടിയാണെന്നും സംവിധായകൻ ക്രിസ്റ്റോ ടോമി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ദേശീയ തലത്തിൽ ഈ ഒരു പുരസ്കാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. 8 വർഷക്കാലം എടുത്തു ഈ സിനിമ ചെയ്യാനും ഇത് റിലീസ് ചെയ്യാനും ഒക്കെ. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും പരിശ്രമത്തിന്റെ ഒക്കെ ഫലമാണ് ഈ ഫിലിം ചെയ്യാൻ പറ്റിയതും അത് തിയേറ്ററുകളിലൊക്കെ എത്തിക്കാൻ പറ്റിയത്. ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാനൊക്കെ വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. അതുപോലെ തന്നെ കോവിഡ് വന്ന് 2 വർഷക്കാലം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാതെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പലപ്പോഴും ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനിശ്ചിതത്വത്തിനിടയിലാണ് ഫിലിം അവസാനം ചെയ്യാൻ പറ്റിയതും തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റിയതും ഇപ്പം ഇങ്ങനൊരു പുരസ്കാരം കിട്ടിയതും അതിൽ വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. ആദ്യ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരം വളരെയധികം എൻകറേജിംഗ് ആണ്. ഇനിയുള്ള സിനിമകളും നന്നായിട്ട് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 ഹിന്ദി ഫിലിംസിലും മലയാളത്തിലും ആണ്. പക്ഷെ ഉള്ളൊഴുക്കിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരിക്കും അതെല്ലാം.
മലയാളത്തിന്റെ അഭിമാനമുയർത്തി വിജയരാഘവനും ഉർവശിയും മികച്ച സഹനടനും സഹനടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. പൂക്കാലം എന്ന ചിത്രത്തിലൂടെയാണ് വിജയരാഘവൻ മികച്ച സഹനടനായത്. ഉള്ളൊഴുക്കിലെ അഭിനയ മികവാണ് ഉർവശിയെ സഹനടി പുരസ്കാരത്തിലെത്തിച്ചത്. ഇത് 2ാം തവണയാണ് ഉർവശിയെ തേടി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരമെത്തുന്നത്. 2006 അച്ചുവിന്റെ അമ്മയിലൂടെയാണ് ആദ്യമായി ഉർവശിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത്. ഉള്ളൊഴുക്കിലെ ലീലാമ്മ എന്ന കഥാപാത്രമായി ഉർവശിയുടെ ഭാവതീവ്രമായ പ്രകടനം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കാൻ പോന്നതായിരുന്നു. ഈ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും ഉർവശി അർഹയായിരുന്നു. ദേശീയ അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും പ്രേക്ഷകർ അംഗീകരിച്ച് നൽകിയവയാണെന്നും മികച്ച സഹനടിക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ഉർവശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നാഷണൽ അവാർഡെന്ന് പറഞ്ഞാലും സംസ്ഥാന അവാർഡെന്ന് പറഞ്ഞാലും ഏത് പുരസ്കാരമാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രേക്ഷകർ അംഗീകരിച്ച് നൽകിയ ഒരു അവാർഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവരെല്ലാവരും നല്ലത് തീർച്ചയായിട്ടും പുരസ്കാരം കിട്ടും എന്ന് പ്രവചിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു അവാർഡാകുമ്പം ഏറെ സന്തോഷം തരുന്ന ഒരു അവാർഡാണ്. അതുപോലെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഏറ്റവും അർഹതയുള്ള ഒരു കലാകാരനായിട്ടുള്ള കുട്ടേട്ടൻ നടൻ വിജയരാഘവന് വളരെ വൈകിയാണെങ്കിലും ഒരു നാഷണൽ അവാർഡ് കിട്ടിയതിൽ ഇരട്ടി മധുരം എനിക്ക് അതിനാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്ന് എനിക്ക് വേണം. വിജയരാഘവൻ ആദ്യമായാണ് ദേശീയ പുരസ്കാരം നേടുന്നത്. അഭിനയ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ വേളയിലായിരുന്നു വിജയരാഘവൻ പൂക്കാലത്തിൽ അഭിനയിച്ചത്. 100 വയസ്സുള്ള അപ്പൂപ്പൻ വേഷത്തിൽ അസാധാരണമായ പകർന്നാട്ടമാണ് വിജയരാഘവൻ ഈ സിനിമയ്ക്കായി നടത്തിയത്. ദേശീയ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രാജ്യത്തിന്റെ അംഗീകാരം വലിയ അംഗീകാരമായാണ് കാണുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരം. ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തില് സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി. അതിനെല്ലാം കൂടെ കിട്ടിയൊരു അംഗീകാരം, വലിയ സന്തോഷം. എന്നെ എപ്പോഴും നയിക്കുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഞാൻ പിന്നെ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പാർക്കിംഗ് എന്ന തമിഴ് ചിത്രത്തിലൂടെ മുത്തുപ്പേട്ടൈ സോമു ഭാസ്കർ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനൊപ്പം പങ്കിട്ടു. ഗുജറാത്തി ചിത്രമായ വാഷിലൂടെ ജാനകി ബോഡിവാലയും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം പങ്കുവച്ചു. മുതിർന്ന അഭിനേതാക്കളായ ഉർവശിക്കും വിജയരാഘവനും പുറമെ പുരസ്കാര നേട്ടത്തിലൂടെ മലയാളത്തിന്റെ യശസ്സുയർത്താൻ മിഥുൻ മുരളിക്കും മോഹൻദാസിനുമായി. പൂക്കാലത്തിലൂടെയാണ് മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം മിഥുൻ മുരളി സ്വന്തമാക്കിയത്. പ്രതീക്ഷിക്കാതെ കിട്ടിയ അവാർഡാണ് ഇതെന്നും 2ാമത്തെ സിനിമയ്ക്ക് തന്നെ അവാർഡ് ലഭിച്ചത് വലിയ അംഗീകാരമാണെന്നും മിഥുൻ മുരളി പറഞ്ഞു. സിനിമ എന്നും ആസ്വാദനത്തോടെ ചെയ്യുന്ന ജോലിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ എഡിറ്റിംഗിലേക്ക് 2012 എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചെന്നൈയിൽ ആന്റണി എന്ന് പറഞ്ഞ എഡിറ്ററിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്നു. പുള്ളിക്കാരനോട് കുറച്ചാൾ വർക്ക് ചെയ്തു. അതിനുശേഷം 2014 തൊട്ട് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുകയാണ്. അഡ്വർടൈസ്മെന്റ്, ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, അങ്ങനെ പല രീതിയിൽ. ഗണേഷ് രാജന്റെ 2012 എനിക്ക് അറിയാവുന്ന ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തവരാണ്. ഗണേഷിന്റെ ഫസ്റ്റ് മൂവി ആനന്ദം കഴിഞ്ഞിട്ട് പൂക്കാലം ചെയ്യാനായിട്ട് ഗണേഷിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഗണേഷ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പൂക്കാലത്തിലേക്ക് വരുന്നതും. പൂക്കാലം സിനിമ 2022 ഷൂട്ട് നടക്കുന്നത്. പക്ഷെ 2019 നമ്മൾ അതിന്റെ ഒരു സ്റ്റാർട്ട് ചെയ്തെങ്കിലും കോവിഡ് കാരണം പിന്നെ ഡിലേ ആയി. അതിനുശേഷം 2023 പടം റിലീസായത്. ആദ്യത്തെ സിനിമ കലാമണ്ഡലം ഹൈദരാലി എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു. രഞ്ജി പണിക്കറാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കലാമണ്ഡലം ഹൈദരാലിയുടെ ബയോപിക് ആയിരുന്നു. അത് 2020 ഇറങ്ങിയത്. ശേഷമാണ് ചെയ്ത സിനിമയാണ് പൂക്കാലം. അപ്പോൾ 2ാമത്തെ സിനിമയിൽ നാഷണൽ അവാർഡ് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എല്ലാവർക്കും ജൂറി മെമ്പേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, എല്ലാവർക്കും എന്റെ വലിയ താങ്ക്സ് ഉണ്ട്. 2018 എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരമാണ് മോഹൻദാസ് നേടിയത്. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള നെഗൽ ദി ക്രോണിക്കിൾ ഓഫ് പാഡിമാൻ പ്രത്യേക പരാമർശം നേടി. MK രാംദാസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ചെറുവയൽ രാമന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ ചിത്രമാണ് നെഗൽ. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ് സിനിമയിലൂടെ ഉന്നയിച്ചതെന്നും ചെറുവയൽ രാമന് കൂടി ലഭിക്കുന്ന അംഗീകാരമാണ് ദേശീയ പുരസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾ നീണ്ട പ്രയത്നം ഇതിന് പിന്നിലുണ്ടെന്നും MK രാംദാസ് ആകാശവാണിയോട് പ്രതികരിച്ചു. ഈ കാലത്തുള്ള ഈ കാലത്തിന് പോലും ഒരു പ്രതിരോധമാണ്, ജനകീയമായ ഒരു ബദലാണ് യഥാർത്ഥത്തിൽ രാമേട്ടൻ എന്ന് പറയുന്ന ഒരാൾ മുന്നോട്ട് പോകും. ഇതിനെ
ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന ഇതിന്റെ ഒരു മോഡലാക്കി ഈ സമൂഹത്തിന് മുന്നിൽ പിന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഈ പറയുന്ന രാമേട്ടന്റെ ഈ പറയുന്ന അല്ലെങ്കിൽ ചെറുവേൽ രാമന്റെ ഈ പറയുന്ന കൃഷി പരീക്ഷണങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അപ്പൊ ആ രൂപത്തിൽ ഈ പറയുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് ഒരു പരാമർശത്തിനെങ്കിലും അർഹമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം ആകാശവാണി പോലെയുള്ള ഒരു മീഡിയയിലൊക്കെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഈ പറയുന്ന കൃഷിയുടെ പിന്നെ പാഠങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ പറയുന്ന ഈ ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നതിനും ഒക്കെ യഥാർത്ഥത്തിൽ ഇത്തരം സിനിമകളോ ഇത്തരം വർക്കുകളൊക്കെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഹിന്ദി ചിത്രം അനിമലിന്റെ സൗണ്ട് ഡിസൈനിങ്ങിന് മലയാളികളായ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും അവാർഡിന് അർഹരായി. ഈ ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗിന് മലയാളിയായ MR രാജാകൃഷ്ണൻ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. മറാഠി ചിത്രം ആത്മാ പാംഫ്ലെറ്റിലൂടെ ആസിഷ് ബെൻഡ മികച്ച പുതുമുഖ സംവിധായകനായി. കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ് 2023 ജനപ്രിയ സിനിമ. സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമയായി മേഘ്ന ഗുൽസാറിന്റെ ഹിന്ദി ചിത്രം സാം ബഹാദൂർ തെരഞ്ഞെടുക്കപ്പെട്ടു. സുധാകർ റെഡ്ഡി യാക്കാന്തി സംവിധാനം ചെയ്ത മറാഠി ചിത്രം നാൾ 2 കുട്ടികളുടെ സിനിമയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹമായി. ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ആൻഡ് കോമിക് വിഭാഗത്തിൽ മികച്ച ചിത്രമായി ഹനുമാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഗിത് ദി സ്കാവഞ്ചർ മികച്ച ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. പാർക്കിംഗ് ആണ് മികച്ച തമിഴ് സിനിമ. എ ജാക്ക് ഫ്രൂട്ട് ഹിസ്റ്ററി മികച്ച ഹിന്ദി സിനിമയ്ക്കും ഭഗവന്ത് കേസരി തെലുങ്ക് സിനിമയ്ക്കും കണ്ടിലു ദി റേ ഓഫ് ഹോപ്പ് കന്നഡ സിനിമയ്ക്കുമുള്ള പുരസ്കാരങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഛായാഗ്രാഹണത്തിനുള്ള പുരസ്കാരം ദി കേരള സ്റ്റോറിയിലൂടെ പ്രശാന്തു മുഹപത്ര സ്വന്തമാക്കി. ബേബിയിലൂടെ PVNS രോഹിത് മികച്ച ഗായകനും ജവാനിലൂടെ ശില്പ റാവു മികച്ച ഗായികയുമായി. GV പ്രകാശ് കുമാറാണ് മികച്ച സംഗീത സംവിധായകൻ. തമിഴ് ചിത്രം വാത്തിയിലെ ഗാനങ്ങളാണ് GV പ്രകാശ് കുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഹിന്ദി ചിത്രം അനിമലിലൂടെ ഹർഷവർദ്ധൻ രാമേശ്വർ പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 332 എൻട്രികളും നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 115 എണ്ണവുമാണ് പുരസ്കാരത്തിന് മത്സരിക്കാനായി ജൂറിക്ക് മുന്നിലെത്തിയത്. ഇതിനു പുറമെ 27 പുസ്തകങ്ങളും 16 നിരൂപക സമർപ്പണങ്ങളും അവാർഡ് പരിഗണനയ്ക്കായി എത്തി. അശുതോഷ് ഗോവാരിക്കർ ഫീച്ചർ ഫിലിം വിഭാഗത്തിന്റെയും P ശേഷാദ്രി നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിന്റെയും ജൂറി ചെയർപേഴ്സണായി. ആഗോള ഭൂപടത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്താൻ എന്നും കേരളത്തിലെ ചലച്ചിത്ര പ്രതിഭകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ജനകീയമായ കലാ ആവിഷ്കാരമാണ് സിനിമ. കേരള ജനതയുടെ മനം തൊട്ടറിഞ്ഞ നമ്മുടെ സിനിമകൾ ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് തന്നെ മാതൃകയാണ്. ചലച്ചിത്ര ഭൂപടത്തിൽ തന്നെ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മലയാള സിനിമയുടെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പിനുള്ള അംഗീകാരവും പുതിയ യാത്രകൾക്കുള്ള ഊർജവുമാണ് ഇത്തവണത്തെ പുരസ്കാരങ്ങൾ. നിങ്ങൾ കേട്ടത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.